കേരളത്തിലെ രണ്ട് നിഷ്പക്ഷരാണ് എന്ന് നടിക്കുന്ന രണ്ട് ചാനലുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലാണ്. ആ ചാനലിന് ഒരിടക്ക് നമുക്കറിയാം, ആ ചാനലിൻ്റെ പകുതി പോലും ഒരു ബാർക്ക് റേറ്റിങ്ങിലോ അല്ലെങ്കിൽ TRP റേറ്റിങ്ങിലോ ഒന്നും ബാക്കിയുള്ള 2, 3, 4 ചാനലുകൾ കൂട്ടിച്ചേർത്താൽ പോലും വരാത്തത്ര ഉയരത്തിലായിരുന്നു ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽ. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അതിനൊക്കെ തന്നെ വലിയ വിഘ്നമുണ്ടാവുകയും 24 ന്യൂസ് അടക്കം, റിപ്പോർട്ടർ TV അടക്കമുള്ള ചാനലുകളൊക്കെ തന്നെ അവരോട് കിടപിടിച്ചുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് വരികയും അവരെ തന്നെ ഓവർകം ചെയ്യുകയും അവരുടെ ചില ആഴ്ചകളിലൊക്കെ തന്നെ അവരുടെ റേറ്റിങ്ങിനേക്കാൾ മുകളിലെത്തുകയും ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടത്തിൻ്റെ ഏറ്റവും ക്ലാസ് പരിപാടി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ റേറ്റിംഗ് ഉള്ള പരിപാടി എന്ന് പറയുന്നത് ന്യൂസ് അവർ ആയിരുന്നു. അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് വിനു വി ജോൺ ആയിരുന്നു. അപ്പോൾ ഈ വിനു വി ജോണും അതുപോലെ തന്നെ മീഡിയ വണ്ണിലെ സി ദാവീദും ഒക്കെ തന്നെ ഏതാണ്ട് VD സതീശന് വേണ്ടി ഇനി കേരളത്തിൽ ജാഥ നയിക്കുന്നത് കൂടി നമ്മൾ കാണേണ്ടി വരുമോ എന്ന് പറയുന്നൊരു സംശയമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഉന്നയിക്കാനുള്ളത്. ആ സംശയം എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ആ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ച് കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഒരു ഫസ്റ്റ് ലെയർ 1-ന് ലെവൽ 1-ന് 179 രൂപയാണ്, ലെവൽ 2-ന് 359 രൂപയാണ്, അതുപോലെ ലെവൽ 3-ക്ക് 799 രൂപയാണ്. ഇങ്ങനെ പല ലെവലുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന ലെവലിൽ മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്, സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി. അത് മന്ത്ലി ഉള്ള ഒരു സ്കീമാണ് മെമ്പർഷിപ്പ്. അതല്ല, നിങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയിക്കട്ടെ. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി. ഇനി മറ്റ് 2 കാര്യങ്ങൾ കൂടിയുള്ളത്, ഈ റിപ്പോർട്ടർ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണും ഈ ലെവലിലേക്ക് ഏതാണ്ട് തരം താണിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ തന്നെ നമ്മൾ വളരെ വീരശൂര പരാക്രമിയായി കണ്ട ഒരാളാണ് വിനു വി ജോൺ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ നിർഭയനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്, മാധ്യമപ്രവർത്തകനാണ്, നിഷ്പക്ഷനാണ് എന്നൊക്കെ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും നമ്മൾ അദ്ദേഹത്തെ വളരെ കൃത്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കരീം, അതായത് CPMൻ്റെ തന്നെ നേതാവായിട്ടുള്ള എളമരം കരീമിനെതിരെ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനൊക്കെ തന്നെ വീഡിയോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി പോസ്റ്റർ ഒട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെ എതിർത്തുകൊണ്ടൊക്കെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എറണാകുളത്തടക്കമുള്ള ഏഷ്യാനെറ്റിൻ്റെ ഓഫീസുകളിൽ CITUക്കാർ ഈ വിനു വി ജോണിനെതിരെ പ്രക്ഷോഭമൊക്കെ നടത്തിയിരുന്നു, മുമ്പിൽ വന്ന് സമരമൊക്കെ നടത്തിയിട്ട് അവർ തിരിച്ചു പോയിരുന്നു. അന്ന് എളമരം കരീമിനെതിരെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ചില ആളുകളുടെ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളിലേക്ക് മുഖമടിച്ച് ചോര വരുത്തിയപ്പോൾ, ഒരു ഹർത്താലിന് ചോര വരുത്തിയപ്പോൾ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ തന്നെ കുറ്റം പറയുകയാണെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞത് ശരിയായില്ല. അപ്പോൾ അതിന് വിനു വി ജോൺ ചോദിച്ചത്, എളമരം കരീമിൻ്റെ മുഖമടിച്ച് ഇതുപോലെ ചോര വരുത്തിയാൽ പിച്ചിയോ മാന്തി എന്നൊക്കെ പറയുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിലാണ് എളമരം കരീമിനെതിരെ അക്രമത്തിന് ആഹ്വാനം കൊടുത്തു എന്നൊക്കെയുള്ള വലിയ വിമർശനം ഉണ്ടായത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ വിനു വി ജോണിനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്, കാരണം നമ്മൾ അദ്ദേഹം നിഷ്പക്ഷനാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണുന്നൊരു കാര്യം, നമ്മുടെ മാത്യു കുഴൽനാടൻ ഒരു പരാമർശം നടത്തി. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. മാത്യു കുഴൽനാടൻ നടത്തിയ പരാമർശം എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയുടെ CLP പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുള്ള കാര്യമാണെന്നും അതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ഇടപെടേണ്ടതില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട്, മുസ്ലിം ലീഗ് മാത്രമല്ല ഒരു പാർട്ടിയും ഇടപെടേണ്ടതില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. അദ്ദേഹം വളരെ ജെന്റിലായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. ഏതൊരു കോൺഗ്രസ്സുകാരനോ അഭിമാനത്തോടെ പറയേണ്ട ഒരു പരാമർശമാണ് നടത്തിയത്. അത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടിയെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ഇടപെട്ടാൽ അത് എന്ത് ചെയ്യൂ, അവരെ അംഗീകരിക്കൂ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഞങ്ങൾ അതുപോലെ ഇടപെട്ടാൽ അംഗീകരിക്കൂ എന്നുള്ളതാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു കോൺഗ്രസ്സുകാരൻ ആത്മാഭിമാനത്തോടെ പറയേണ്ട വാചകങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇത് പറയാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. VD സതീശനാകണമെന്ന് മുസ്ലിം ലീഗിനൊക്കെ ഒരു താല്പര്യമുണ്ടെന്നും എന്നാൽ KC വേണുഗോപാലിനാക്കണമെന്നാണ് മാത്യു കുഴൽനാടൻ്റെ താല്പര്യമെന്നും ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം വിനു വി ജോൺ സ്ക്രീനിലൂടെ വന്ന് കരയുന്നൊരു രംഗം നമ്മൾ കണ്ടു. ആ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരൊറ്റ വാചകമാണ്. അതായത് വലിയ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ പിണറായി സർക്കാരിനെതിരെ ഉയർത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഏഷ്യാനെറ്റിനെയൊക്കെ സപ്പോർട്ട് തേടിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നത്. അന്ന് സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ ഇത് മേടിച്ചിട്ടുള്ള ഒരാൾ ഇപ്പം ഞങ്ങളെ തന്നെ തള്ളി പറയുന്നു, നിങ്ങൾ ഡോണ്ട് കൺഫ്യൂസ്, ഞങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ എന്ന് പറയുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം അന്ന് പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനെതിരെയും ഒക്കെ ചില ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടാത്തതുകൊണ്ട് മാധ്യമങ്ങളുടെയൊക്കെ പിന്തുണ അദ്ദേഹം തേടിയിരിക്കാം. അതൊക്കെ സത്യമാണ്.
പക്ഷെ അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം മിണ്ടാതിരിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് അടിസ്ഥാനമുള്ളത് വിനു വിജോൺ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ കുറച്ചുകൂടി ലെവലുള്ള കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമായിട്ടാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. അത് അമ്പേ തകർന്നു പോയി എന്നുള്ളതാണ്. ഇനി മറ്റൊരാളുകളെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത് മീഡിയ വണ്ണാണ്. ഇത് നിങ്ങൾ അറിയേണ്ടത് വിനു വിജോൺ മാത്രമല്ല കേട്ടാ, ഈ പറയുന്ന അതിലെ ഏറ്റവും ചെറിയ മുതൽ വലിയതായിട്ടുള്ള PG സുരേഷ് കുമാർ അടക്കമുള്ള എല്ലാവരും തന്നെ ഇത്തരത്തിൽ VD സതീശന് വേണ്ടി അനുകൂലമായിട്ടുള്ള വാർത്തകൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മീഡിയ വണ്ണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ പോലും ഞാൻ കാണുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള തരംഗം VD സതീശൻ അനുകൂലമായി ഉണ്ട് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന KC വേണുഗോപാലിനെ പിന്തുണച്ചിട്ടുള്ള MLA-മാർക്കെതിരെ മണ്ഡലങ്ങളിലെല്ലാം വലിയ പൊതുവികാരം ശക്തിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ ഹൈക്കമാൻഡിന് മനസ്സിലായി. അതുകൊണ്ട് ഹൈക്കമാൻഡൊക്കെ പേടിച്ച് കുറച്ചിരിക്കുകയാണ്. ഇനി സതീശനാക്കാതെ വേറെ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗുകളൊക്കെയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ VS-നുണ്ടായിട്ടുള്ള പോലെയുള്ള ഒരു മൊമെൻ്റാണ് VDS-നുണ്ടായിട്ടുള്ളത്. VS-ൻ്റെ പോലെ തന്നെ ആളുകൾ സ്വയമേ തെരുവിലേക്ക് ഇറങ്ങി പാർട്ടിയെ തന്നെ തിരുത്താൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ ഇരുന്ന് വളരെ ബുദ്ധിപരമാണ് എന്ന് തോന്നിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ചാനലുകൾ. ഇനി ഏറ്റവും ഒടുവിൽ പോയി എൻ്റെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ ഈ പ്രകടനങ്ങളും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ മാറ്റണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇവരത് കേൾക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും കോഴിക്കോട് വെച്ചിട്ടുള്ള ഒരു ജാഥ നമ്മുടെ പ്രിയപ്പെട്ട സി ദാവീദും അതുപോലെ ഇർഷാദ് റാവുത്തറും അജിംസും ഒക്കെ കൂടി നടത്തുകയും, കൂടാതെ തിരുവനന്തപുരത്തുള്ള ജാഥ മിക്കവാറും വിനു വി ജോണിനെ പോലെയുള്ള ആളുകൾ നടത്തുകയും അത് നേതൃത്വം കൊടുക്കുകയും ചെയ്യും. VD സതീശൻ സിന്ദാബാദ്, VDS വരട്ടെ, KC വേണുഗോപാൽ തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ VS മൊമെൻറ്റിന് വേണ്ടി ഇവരും കൂടി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കുമോ കേരളം കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കതിന് കാത്തിരിക്കാം. ചിലപ്പോൾ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മീഡിയ വണ്ണോ ഒക്കെ തന്നെ ഇടക്ക് വെച്ച് കേന്ദ്ര ഗവൺമെൻറ് ഒരു തവണ സംപ്രേഷണം വിലക്കിയിരുന്നു. അപ്പോൾ ഏതാണ്ട് മണിക്കൂറുകളോളം ഉണ്ടായില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കൈയും കാലം പിടിച്ചിട്ടാണ് രണ്ടുപേര് രക്ഷപ്പെട്ടത്. അതിൽ ഏഷ്യാനെറ്റാണ് കൈയും കാലം പിടിച്ചത്. മീഡിയ വൺ പിന്നെ കോടതിയിലൊക്കെ പോയി അതിന് അനുമതി മേടിച്ച് പുനഃസംപ്രേഷണം തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അത്രയും നാളുകൾ അവർ യൂട്യൂബിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇനിയിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. 1-2 ദിവസം ഇത് അടച്ചിട്ടിട്ടാണെങ്കിലും സി ദാവീദ് കോഴിക്കോടും അതുപോലെ തന്നെ നമ്മുടെ വിനു വി ജോൺ തിരുവനന്തപുരത്തൊക്കെയുള്ള വൻ ജാഥകൾ നടന്ന് കേരളത്തെ ഞെട്ടിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആശംസിക്കുന്നു. ആ VS മൂവ്മെൻറ്റിന് VDS-ന് കിട്ടാനുള്ള VS മൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു.